ഇതാണ് എൻ്റെ ബൈക്കിൻ്റെ പെട്രോൾ ടാങ്ക്. 2 ലിറ്റർ വരെ കപ്പാസിറ്റി ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പെട്രോൾ ഒഴിക്കണം. എൻ്റെ പേര് അമ്പിളി. വൈക്കത്താണ് എൻ്റെ വീട്. ഇത് ഞാനുണ്ടാക്കിയ ബൈക്കാണ്. ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ. അച്ഛൻ എറണാകുളത്ത് ഓട്ടോ ഓടിക്കൊണ്ട്. ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആക്രിക്കടയിൽ പോയി നമ്മൾ പഴയ എൻജിൻ തിരക്കി. അപ്പോൾ അവിടെ ഒരു എൻജിൻ ഇരിക്കുന്നുണ്ട് ചോദിച്ച് നമുക്ക് തന്ന് അത് വെച്ച് സെറ്റ് ചെയ്ത ഒരു ബൈക്കാണ്. ഇതാണ് എൻ്റെ ബൈക്കിൻ്റെ പെട്രോൾ ടാങ്ക്. 2 ലിറ്റർ വരെ കപ്പാസിറ്റി ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പെട്രോൾ ഒഴിക്കണ ടാപ്പ്. ഇത് 1.5 ഇഞ്ചിൻ്റെ ബെൻഡ് പൈപ്പ് മേടിച്ച് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തതാണ്. ഇതന്നെ ഇതിലും വഴി നേരെ പെട്രോൾ ഈ ഫ്ലോ വഴി നേരെ പെട്രോൾ എൻജിനിലായിട്ട് ചെല്ലും. കൂടുതൽ പെട്രോൾ പോയി ഓവർഫ്ലോ വരികയാണെങ്കിൽ ഇതിൽ വഴി നേരെ പോയി ഒരു അടിയിലൊരു ചെറിയ ടിന്ന് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് പോയി പെട്രോൾ പോയില്ല, വേസ്റ്റ് ആവില്ല. ഇത് എനിക്ക് സൈക്കിൾ ഉണ്ടാക്കിയ വഴി SNDP വന്നിട്ട് MLA കൈമാറിയതാണ്. ക്യാഷ് അവാർഡും ഇതും കൂടി മൊമെൻറ്റും കൂടി കിട്ടിയായിരുന്നു. നമ്മുടെ വണ്ടിക്ക് ബാറ്ററി ഇല്ല. അത് കാരണം എൻജിനിൽ നിന്ന് വരുന്ന കറണ്ടിലാണ് ഹെഡ്ലൈറ്റ് എല്ലാം പ്രവർത്തിക്കുന്നത്, മറ്റു കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ എൻജിനിൽ നിന്ന് വരുന്ന കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോളറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് CD യൂണിറ്റ്, ഇത് കൺട്രോളർ. ആദ്യമായി പത്തി അടിക്കുമ്പോൾ നമ്മൾ സൈക്കിളിൻ്റെ മോഡൽ പോലെ ഉണ്ടാക്കി. അതിനകത്ത് എല്ലാ സാധനം ലൈറ്റ്, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോൺ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള ചേട്ടന് 220 ആണ്. ആ 220യുടെ ബോഡി നമുക്ക് വന്ന് പഴയത് കളഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളെടുത്ത് ഒരു സൈക്കിള് ബൈക്ക് പോലെ ആക്കുക. ഓടിയല്ല, ചവിട്ടേണ്ട രീതി. ബൈക്കിൻ്റെ ഫുള്ള് പാർട്സ് ഉണ്ടായിരുന്നു എല്ലാം. ടയർ സൈക്കിളിൻ്റെ ചവിട്ടണം, ആ വ്യത്യാസം മാത്രമേ ഉണ്ടാകും. പിന്നെ ഇതാണ് ഫ്രെയിം. ഇതിൻ്റെ ഫ്രെയിം നമ്മൾ വെൽഡ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ആദ്യം ഇതാണ് ചെയ്തത്. പിന്നെ ഓരോന്നും ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാൻ പെയിൻ്റൊക്കെ നമ്മൾ തന്നെ സ്പ്രേ പെയിൻറ്റിൻ്റെ ചെറിയ ടിന്ന് മേടിച്ചാണ് സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്തത്. ഇതിൻ്റെ സൈലൻസർ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതിന് സ്പ്രേ പെയിൻ്റ് അടിക്കാൻ എടുത്ത ടിന്നിൻ്റെ അത് വെച്ച് ഉണ്ടാക്കിയതാണ്. ബൈക്കിൻ്റെ എൻജിൻ വെച്ചൊരു കാർ ഉണ്ടാക്കാനായിരുന്നു എൻ്റെ വലിയ ആഗ്രഹം. അത് വീട്ടിലോട്ട് കയറാനുള്ള സ്ഥലവും വഴിയൊന്നും ഇല്ലാത്ത കാരണം ബൈക്കിൽ നമ്മൾ സൈക്കിൾ ബൈക്ക് പോലെ സെറ്റ് ചെയ്യുകയും ചെയ്തു. കാക്കനാട് ഓട്ടോ ഓടിക്കുകയാണ്. അപ്പോൾ ഇവൻ വണ്ടി വരുമ്പോൾ ഓരോ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുക. അപ്പോൾ അതിനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതിൻ്റെ ഓട്ടോയിൽ വേണ്ട സാധനങ്ങളെല്ലാം, വണ്ടി വാടക വണ്ടിയാണെങ്കിലും അതിൽ വേണ്ട സാധനങ്ങളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, ഹോണുകൾ, ലൈറ്റുകൾ, പിന്നെ പറയണ സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ച് കൊടുക്കുന്നു. നമ്മളെക്കൊണ്ട് കഴിവുള്ള പോലെ ഓട്ടോ ഓടിക്കിട്ടുന്നതിൻ്റെ ഒരു ജീവിതം അവന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുത്തിരിക്കുന്നു. ഒരു പുതിയ എൻജിൻ മേടിച്ച് എൻ്റേതായ ഡിസൈനിലൊരു പുതിയ ബൈക്ക് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ വലിയ ആഗ്രഹം. ഇതിൻ്റെ സസ്പെൻഷനൊക്കെ നമ്മൾ വൈപ്പുംപടിയിൽ ആക്രിക്കടയിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പഴയതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം പെയിൻ്റ് അടിച്ച് ക്ലീൻ ചെയ്തെടുത്തതാണ് എല്ലാം. മൾഗാർഡ് നമ്മൾ ഫ്ലൈ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഷോക്ക് അബ്സറെ വന്ന രീതിയാണ് സാധാ ബൈക്കിൻ്റെ. അതിൻ്റെ കട്ട് ചെയ്ത് സൈക്കിളിന് വന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തിരിക്കും, സൈക്കിളിൻ്റെ മോഡൽ കിട്ടാൻ വേണ്ടി. ഇവരൊക്കെ നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും എല്ലാത്തിനും സഹായിക്കാൻ നിന്നവരാണ്. ഇത് നമ്മുടെ അർജുൻ, എൻ്റെ കൂടെ എല്ലായിടത്തും വന്ന് എല്ലാ കാര്യങ്ങളും കേൾക്കാൻ. ഇത് നമ്മുടെ കൂട്ടുകാരൻ നന്ദു, ഇത് ചേട്ടനാണ്. എല്ലാ കാര്യത്തിനും എല്ലായിടത്തും വരികയും എല്ലാ സഹായത്തിനും. ഇത് കൊച്ചിച്ചൻ്റെ മകൻ ആദിത്ത്, ചേട്ടൻ്റെ പേര് സുജിത്ത്. ഇവൻ പണ്ടേ പോലെ ഇങ്ങനത്തെ ക്രൈസൊക്കെ ഉള്ളതാണ്. എല്ലാ കാര്യവും റെഡിയാക്കാനാണെങ്കിലും ഫസ്റ്റ് ഇവൻ്റെ അടുത്ത് തോന്നിട്ട് അമ്പിളി ഉണ്ടാകുന്ന പേരൊക്കെ വരുവുള്ളൂ. ഇതിൻ്റെ മീറ്റർ ഒരു വലുത് വെച്ചിട്ട് ഒരു മെനകേട് തോന്നിട്ട് ചെറുത് നമ്മൾ സാധാരണ പെട്രോൾ ഓട്ടോറിക്ഷയുടെ മീറ്ററാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ സൈക്കിളിൻ്റെ മോഡൽ കിട്ടാൻ വേണ്ടി സൈക്കിളിൻ്റെ സീറ്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആദ്യമേ ഞങ്ങൾ അമ്മൂടിലാണ് നിന്നത്. അമ്മൂട് പള്ളിയാട് ഉല്ലല. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ 3 വർഷത്തിലധികമായി. വന്നിടക്ക് വീട് വെച്ച് കറണ്ടിൻ്റെ ഒരു അതില്ലായിരുന്നു. ആ സമയത്ത് നമ്മൾ വണ്ടിയുടെ ഒരു ബാറ്ററി മേടിച്ച് വീട് ഫുൾ LED ലൈറ്റ് വെച്ച് കറണ്ട് ഉള്ളതുപോലെ തന്നെ ലൈറ്റ്. എൻ്റെ ആഗ്രഹം +2 കഴിഞ്ഞ് ഒരു വലിയ മെക്കാനിക്കൽ എഞ്ചിനീയർ ആകാനാണ് എൻ്റെ വലിയ ആഗ്രഹം. ഈ വണ്ടി റോഡിൽ
ഇറക്കി ഓടിക്കുന്ന നിയമവിരുദ്ധമെന്ന് എനിക്കറിയാം. അത് കാരണം വീടിൻ്റെ പരിസരത്തും പറമ്പിലൊക്കെയാണ് ഞാൻ ഓടിക്കുന്നത്. പുറത്തോട്ട് അങ്ങനെ ഓടിക്കാറുമില്ല. ആരെങ്കിലും വീഡിയോ എടുക്കാനൊക്കെ വരുമ്പോഴാണെങ്കിൽ അവരൊന്ന് കാണിക്കാൻ വേണ്ടി പറമ്പിലൊക്കെ ഓടിച്ച് കാണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്.